ശാന്തി. 29/10/25. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ഓരോരുത്തരെയും ദേവലോകവാസി ആക്കി മാറ്റണം. നിങ്ങൾ സർവരുടെയും മംഗളം ചെയ്യുന്നവരാണ്. നിങ്ങളുടെ കർത്തവ്യമാണ് ദരിദ്രരെ ധനികരാക്കി മാറ്റുക. ചോദ്യം: ബാബയുടെ ഏതൊരു നാമം സാധാരണമാണെങ്കിലും കർത്തവ്യം വളരെ മഹത്തരമാണ്. ഉത്തരം: ബാബയെ പൂന്തോട്ടക്കാരനെന്നും തോണിക്കാരൻ എന്നും പറയുന്നു. ഈ നാമം എത്ര സാധാരണമാണ്! എന്നാൽ മുങ്ങിപ്പോകുന്നവരെ മറുതീരത്തേക്ക് കൊണ്ടുപോവുക, ഇത് എത്ര മഹത്തായ കർത്തവ്യമാണ്! നീന്തൽക്കാരൻ അന്യോന്യം കൈകോർത്ത് മറുതീരത്ത് കൊണ്ടുപോകുന്നത് പോലെ ബാബയുടെ കൈ ലഭിക്കുന്നതിലൂടെ നിങ്ങൾ സ്വർഗവാസിയായി മാറുന്നു. ഇപ്പോൾ നിങ്ങളും മാസ്റ്റർ തോണിക്കാരനാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും തോണിയെ അക്കരെ എത്തിക്കുന്നതിനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു. ഓം ശാന്തി. കുട്ടികൾ ഓർമ്മയിൽ ഇരിക്കുന്നുണ്ടാകും, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കണം. ദേഹവും ഉണ്ട്, ദേഹമില്ലാതെ ഒന്നുമല്ല ഇരിക്കുന്നത്. എന്നാൽ ബാബ പറയുന്നു, ദേഹ അഭിമാനം ഉപേക്ഷിച്ച് ദേഹി അഭിമാനിയായി ഇരിക്കൂ. ദേഹി അഭിമാനം ശുദ്ധമാണ്, ദേഹ അഭിമാനം അശുദ്ധമാണ്. നിങ്ങൾക്കറിയാം, ദേഹി അഭിമാനി ആകുന്നതിലൂടെ നമ്മൾ ശുദ്ധവും പവിത്രവും ആയിക്കൊണ്ടിരിക്കുന്നു. ദേഹാഭിമാനി ആകുന്നതിലൂടെ അശുദ്ധവും അപവിത്രവും ആയി പോയിരുന്നു. വിളിക്കുന്നുമുണ്ട്, ഹേ പതീത പാവന വരൂ. പാവന ലോകം ഉണ്ടായിരുന്നു, ഇപ്പോൾ പതീതമാണ്. വീണ്ടും പാവന ലോകം തീർച്ചയായും ഉണ്ടാകും. സൃഷ്ടിയുടെ ചക്രം തിരിയും. ആരാണോ ഈ സൃഷ്ടിചക്രത്തെ അറിയുന്നത് അവരെ സ്വദർശന ചക്രധാരി എന്ന് പറയുന്നു. നിങ്ങൾ ഓരോരുത്തരും സ്വദർശന ചക്രധാരിയാണ്. സ്വ ആത്മാവിന് സൃഷ്ടിചക്രത്തിന്റെ ജ്ഞാനം ലഭിച്ചു. ജ്ഞാനം ആരാണ് നൽകിയത്? തീർച്ചയായും ആ ഒന്നും സ്വദർശന ചക്രധാരി ആയിരിക്കും. ബാബയ്ക്കല്ലാതെ ഏതെങ്കിലും മനുഷ്യന് പഠിപ്പിക്കുവാൻ സാധിക്കില്ല. ബാബയാകുന്ന സുപ്രീം ആത്മാവ് തന്നെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. പറയുന്നു, കുട്ടികളെ, നിങ്ങൾ ദേഹി അഭിമാനിയാകൂ. സത്യയുഗത്തിൽ ഈ ജ്ഞാനം അഥവാ ശിക്ഷണം നൽകേണ്ട ആവശ്യം ഉണ്ടായിരിക്കുകയില്ല. അവിടെ ഭക്തിയില്ല. ജ്ഞാനത്തിലൂടെ സമ്പത്ത് ലഭിക്കുന്നു. ബാബ ശ്രീമത്ത് നൽകുന്നു, ഇങ്ങനെ നിങ്ങൾ ശ്രേഷ്ഠമാകും. നിങ്ങൾക്കറിയാം, നമ്മൾ ശ്മശാനവാസിയായിരുന്നു. ഇപ്പോൾ ബാബ ശ്രേഷ്ഠ ദേവലോകവാസി ആക്കി മാറ്റുന്നു. ഈ പഴയ ലോകം ശ്മശാനം ആകേണ്ടതുണ്ട്. മൃത്യുലോകത്തെ ശ്മശാനം എന്ന് തന്നെ പറയും. ദേവസ്ഥാനം എന്ന് പുതിയ ലോകത്തെയാണ് പറയുന്നത്. ഡ്രാമയുടെ രഹസ്യം ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ഈ മുഴുവൻ സൃഷ്ടിയെയും വൈക്കോൽ കൂന എന്ന് പറയുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, മുഴുവൻ സൃഷ്ടിയിലും ഈ സമയം രാവണന്റെ രാജ്യമാണ്. ദസറയും ആഘോഷിക്കുന്നു. എത്ര സന്തോഷമുണ്ടാകുന്നു! ബാബ പറയുന്നു, എല്ലാ കുട്ടികളെയും ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിന് എനിക്ക് തന്നെ പഴയ രാവണ ലോകത്തിലേക്ക് വരേണ്ടി വരുന്നു. ഒരു കഥ കേൾപ്പിക്കുന്നു. ഒരാൾ ചോദിച്ചു, ആദ്യം നിങ്ങൾക്ക് സുഖം വേണമോ അതോ ദുഃഖം വേണമോ? അപ്പോൾ പറഞ്ഞു, സുഖം വേണം. സുഖത്തിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ അവിടെ ഏതെങ്കിലും യമദൂതനോ മറ്റോ വരുവാൻ സാധിക്കില്ല. ഇതും ഒരു കഥയാണ്. ബാബ പറഞ്ഞു തരുന്നു, സുഖധാമത്തിൽ ഒരിക്കലും കാലൻ വരുന്നില്ല, അമരപുരിയായി മാറുന്നു. നിങ്ങൾ മൃത്യുവിന്റെ മേൽ ജയം നേടുന്നു. നിങ്ങൾ എത്ര സർവശക്തിവാനാകുന്നു. ഇന്നയാൾ മരിച്ചുപോയി എന്ന് അവിടെ ഒരിക്കലും പറയുകയില്ല.
മരിക്കുന്നതിൻ്റെ പേര് തന്നെയില്ല. ഒരു വസ്ത്രം മാറി രണ്ടാമതൊരെണ്ണം എടുത്തു. സർപ്പവും പടം മാറുന്നുവല്ലോ. നിങ്ങളും പഴയ തോൽ ഉപേക്ഷിച്ച് പുതിയ തോലിൽ, അതായത് ശരീരത്തിൽ വരും. അവിടെ 5 തത്വങ്ങളും സദോ പ്രധാനമാകുന്നു. എല്ലാ വസ്തുക്കളും സദോ പ്രധാനമാകുന്നു. ഓരോ വസ്തുവും ഫലവും മറ്റും ദ ബെസ്റ്റ് ആയിരിക്കും. സത്യോഗത്തെ പറയുന്നത് തന്നെ സ്വർഗം എന്നാണ്. അവിടെ വളരെയധികം ധനികരായിരുന്നു. ഇവരെ പോലെ സുഖമുള്ളവരും വിശ്വത്തിന്റെ അധികാരിയും ആരും തന്നെ ഉണ്ടാവുക സാധ്യമല്ല. ഇപ്പോൾ നിങ്ങൾ അറിയുന്നു, നമ്മൾ തന്നെയാണ് ഇത് ആയിരുന്നത്. അപ്പോൾ എത്ര സന്തോഷം ഉണ്ടാകേണ്ടതാണ്. ഓരോരുത്തരെയും ദേവലോകവാസിയാക്കണം. വളരെ പേരുടെ മംഗളം ചെയ്യണം. നിങ്ങൾ വളരെയധികം ധനികരാകുന്നു. അവരെല്ലാവരും ദരിദ്രമാണ്. നിങ്ങളുടെ കയ്യിൽ കൈ കോർക്കാത്തതുവരെയും സ്വർഗവാസിയാകുവാൻ സാധിക്കില്ല. ബാബയുടെ കൈ എല്ലാവർക്കും ലഭിക്കുന്നില്ല. ബാബയുടെ കൈ ലഭിക്കുന്നത് നിങ്ങൾക്കാണ്. നിങ്ങളുടെ കൈ പിന്നെ മറ്റുള്ളവർക്ക് ലഭിക്കുന്നു. അവരുടേത് പിന്നെയും മറ്റുള്ളവർക്ക് ലഭിക്കുന്നു. നീന്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരോരുത്തരെയായി അക്കരെ കൊണ്ടുപോകുന്നു. നിങ്ങളും മാസ്റ്റർ തോണിക്കാരനാണ്. അനേകം തോണികൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ തൊഴിൽ തന്നെ ഇതാണ്. നമ്മൾ ഓരോരുത്തരുടെയും തോണിയെ മറുതീരത്ത് എത്തിക്കുന്നതിൻ്റെ വഴി പറഞ്ഞു കൊടുക്കണം. തോണിക്കാരൻ്റെ കുട്ടികൾ തോണിക്കാരനാകണം. പേര് എത്ര ലളിതമാണ്. പൂന്തോട്ടക്കാരൻ, തോണിക്കാരൻ. ഇപ്പോൾ പ്രാക്ടിക്കലിൽ നിങ്ങൾ കാണുന്നു. നിങ്ങൾ ദേവലോകത്തിൻ്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ സ്മാരകം മുന്നിൽ നിൽക്കുന്നു. താഴെ രാജയോഗത്തിൻ്റെ തപസ്യ, മുകളിൽ രാജധാനിയുണ്ട്. ദിൽവാല എന്ന പേരും വളരെ നല്ലതാണ്. ബാബ സർവരുടെയും ഹൃദയം കവരുന്നു. സർവരുടെയും സദ്ഗതി ചെയ്യുന്നു. ഹൃദയം കവരുന്നവൻ ആരാണ്? ഇത് ആർക്കും അറിയില്ല. ബ്രഹ്മാവിൻ്റെയും പിതാവ് ശിവ് ബാബയാണ്. സർവരുടെയും ഹൃദയം കവരുന്നവൻ പരിധിയില്ലാത്ത ബാബ തന്നെയായിരിക്കും. തത്വങ്ങൾ തുടങ്ങി സർവരുടെയും മംഗളം ചെയ്യുന്നു. ഇതും കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. മറ്റ് ധർമ്മങ്ങളിലെ ശാസ്ത്രവും മറ്റും നിലനിൽക്കുന്നു. നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കുന്നത് സംഗമത്തിലാണ്. പിന്നെ വിനാശമുണ്ടാകുന്നു. അപ്പോൾ ഒരു ശാസ്ത്രവും അവശേഷിക്കുന്നില്ല. ശാസ്ത്രങ്ങൾ ഭക്തി മാർഗത്തിന്റെ അടയാളമാണ്. ഇത് ജ്ഞാനമാണ്. വ്യത്യാസം കണ്ടുവല്ലോ. ഭക്തി അളവറ്റതാണ്. ദേവിമാരുടെയും മറ്റും പൂജയ്ക്ക് വേണ്ടി എത്ര ചെലവഴിക്കുന്നു. ബാബ പറയുന്നു, ഇതിലൂടെ അല്പകാലത്തെ സുഖമാണുള്ളത്. എങ്ങനെയെല്ലാം ഭാവന വെക്കുന്നോ അത് പൂർത്തിയാകുന്നു. ദേവിമാരെ അലങ്കരിച്ച് ആർക്കെങ്കിലും സാക്ഷാത്കാരമുണ്ടായി എങ്കിൽ വളരെയധികം സന്തോഷിക്കുന്നു. നേട്ടം ഒന്നും തന്നെയില്ല. മീരയുടെയും പേര് പാടപ്പെട്ടിട്ടുണ്ട്. ഭക്തമാലയുണ്ടല്ലോ. ഫീമെയിൽസിൽ മീരയും മെയിൽസിൽ നാരദനും ഭക്ത ശിരോമണിയായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു. കുട്ടികളായ നിങ്ങളിലും നമ്പർ വാറാണ്. മാലയിലെ മണിയാണെങ്കിൽ ധാരാളമുണ്ട്. മുകളിലെ പുഷ്പമാണ് ബാബ. പിന്നെ ഉള്ളത് യുഗൾ മേരു. പുഷ്പത്തെ എല്ലാവരും നമസ്കരിക്കുന്നു. ഓരോരോ മണിയെയും നമസ്കരിക്കുന്നു. രുദ്രയജ്ഞം രചിക്കുമ്പോൾ അതിലും പൂജ കൂടുതൽ ശിവന്റേതാണ് ചെയ്യുന്നത്. സാലിഗ്രാമിൻ്റേത് ഇത്രയും ചെയ്യുന്നില്ല. മുഴുവൻ ചിന്തയും ശിവന്റെ നേർക്കാണ് ഇരിക്കുന്നത്. കാരണം ശിവബാബയിലൂടെയാണ് സാലിഗ്രാം ഇത്രയും തീക്ഷ്ണമായത്. ഏതുപോലെ ഇപ്പോൾ നിങ്ങൾ പാവനമായി കൊണ്ടിരിക്കുന്നു. പതീത പാവനായ ബാബയുടെ കുട്ടികളായ നിങ്ങളും മാസ്റ്റർ പതീത പാവനമാണ്. അഥവാ ആർക്കെങ്കിലും
വഴി പറഞ്ഞു കൊടുക്കുന്നില്ല എങ്കിൽ ചില്ലിക്കാശിന്റെ പദവിയായിരിക്കും ലഭിക്കുക. എങ്കിലും ബാബയുമായി കണ്ടുമുട്ടിയല്ലോ, അതും നിസ്സാരമല്ല. സർവരുടെയും ഫാദർ ആ ഒന്നാണ്. ശ്രീകൃഷ്ണനെ കുറിച്ച് ഇങ്ങനെ പറയുകയില്ല. ശ്രീകൃഷ്ണൻ ആരുടെ ഫാദർ ആകും? ശ്രീകൃഷ്ണനെ ഫാദർ എന്ന് പറയില്ല. കുട്ടിയെ ഫാദർ എന്ന് പറയുവാൻ സാധിക്കില്ല. ഫാദർ എന്ന് പറയുന്നത് യുഗൾ ആയി കുട്ടി ജനിക്കുമ്പോഴാണ്. പിന്നെ ആ കുട്ടി ഫാദർ എന്ന് വിളിക്കും. മറ്റാർക്കും തന്നെ വിളിക്കുവാൻ സാധിക്കില്ല. പിന്നെ ഏതെങ്കിലും വൃദ്ധരായവരെ ബാപ്പുജി എന്ന് പറയുന്നു. ഈ ശിവബാബ സർവരുടെയും പിതാവാണ്. ബ്രദർഹുഡ് എന്ന് പാടുന്നുമുണ്ട്. ഈശ്വരനെ സർവവ്യാപി എന്ന് പറയുന്നതിലൂടെ ഫാദർഹുഡ് ആയി പോകുന്നു. കുട്ടികളായ നിങ്ങൾക്ക് വലിയ വലിയ സഭകളിൽ മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടി വരും. എല്ലായ്പ്പോഴും എവിടെ പ്രഭാഷണം നടത്തുവാൻ പോവുകയാണെങ്കിലും ഏത് ടോപ്പിക്കിനെ കുറിച്ചാണോ പ്രഭാഷണം നടത്തേണ്ടത് അതിന്മേൽ വിചാരസാഗര മഥനം ചെയ്ത് എഴുതേണ്ടതാണ്. ബാബയ്ക്ക് വിചാരസാഗര മഥനം ചെയ്യേണ്ടതില്ല. കഴിഞ്ഞ കൽപ്പത്തിൽ എന്ത് കേൾപ്പിച്ചിരുന്നുവോ അത് കേൾപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്കാണെങ്കിൽ ടോപ്പിക് അനുസരിച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കണം. ആദ്യം എഴുതി പിന്നെ പഠിക്കണം. പ്രഭാഷണം നടത്തിയ ശേഷമാണ് പിന്നെ സ്മൃതിയിൽ വരുന്നത്. ഇന്ന ഇന്ന പോയിന്റ്സ് പറഞ്ഞില്ല, ഇത് മനസ്സിലാക്കിച്ചു കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന്. ഇങ്ങനെ സംഭവിക്കുന്നു. ഏതെങ്കിലുമൊക്കെ പോയിന്റുകൾ മറന്നു പോകുന്നു. ആദ്യം പറയണം, സഹോദരി സഹോദരന്മാരെ, ആത്മാഭിമാനിയായി ഇരിക്കൂ. ഇതൊരിക്കലും മറക്കുവാൻ പാടില്ലാത്തതാണ്. ഇങ്ങനെ ആരും സമാചാരം എഴുതുന്നില്ല. ആദ്യം എല്ലാവരോടും പറയണം, ആത്മാഭിമാനിയായി ഇരിക്കൂ. നിങ്ങൾ ആത്മാക്കൾ അവിനാശിയാണ്. ഇപ്പോൾ ബാബ വന്ന് ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കുന്നതിലൂടെ വികർമ്മം വിനാശമാകും. ഏതെങ്കിലും ദേഹധാരിയെ ഓർമ്മിക്കരുത്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. നമ്മൾ അവിടെ വസിക്കുന്നവരാണ്. നമ്മുടെ ബാബ മംഗളകാരിയായ ശിവനാണ്. നമ്മൾ ആത്മാക്കൾ ആ ഒന്നിന്റെ കുട്ടികളാണ്. ബാബ പറയുന്നു, ആത്മാഭിമാനിയാകൂ. ഞാൻ ആത്മാവാണ്. ബാബയുടെ ഓർമ്മയിലൂടെ വികർമ്മം വിനാശമാകും. ഗംഗാസ്നാനവും മറ്റും ചെയ്യുന്നതിലൂടെ വികർമ്മം വിനാശമാകില്ല. ബാബയുടെ ഡയറക്ഷനാണ്, നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ. അവർ ഗീത പഠിക്കുന്നു. യഥാ യഥാഹി ധർമ്മസ്യ എന്ന് പറയുന്നു. പക്ഷേ അർത്ഥമൊന്നും അറിയുന്നില്ല. അപ്പോൾ ബാബ സേവനത്തിന്റെ നിർദ്ദേശങ്ങൾ നൽകുന്നു. ശിവ് ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ശിവ് ബാബയെ ഓർമ്മിക്കൂ. അവർ മനസ്സിലാക്കുന്നു, ശ്രീകൃഷ്ണനാണ് പറഞ്ഞത്. നിങ്ങൾ പറയും, ശിവ് ബാബ നമ്മൾ കുട്ടികളോട് പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. എത്രത്തോളം എന്നെ ഓർമ്മിക്കുമോ അത്രയും സദോപ്രധാനമായി ഉയർന്ന പദവി നേടും. എയിം ഓബ്ജക്റ്റും മുന്നിലുണ്ട്. പുരുഷാർത്ഥത്തിലൂടെ ഉയർന്ന പദവി നേടണം. ആ ഭാഗത്തുള്ളവർ തങ്ങളുടെ ധർമ്മത്തിൽ ഉയർന്ന പദവി നേടും. നമ്മൾ മറ്റു ധർമ്മത്തിലേക്ക് പോകുന്നില്ല. അവർ വരുന്നത് തന്നെ പിന്നാലെയാണ്. അവരും അറിയുന്നുണ്ട് നമുക്ക് മുമ്പേ പാരഡൈസ് ഉണ്ടായിരുന്നു എന്ന്. ഭാരതം ഏറ്റവും പ്രാചീനമാണ്. പക്ഷെ എപ്പോഴാണ് ഉണ്ടായിരുന്നത് അതാരും അറിയുന്നില്ല. അവരെ ഭഗവാൻ ഭഗവതി എന്നും പറയുന്നു. പക്ഷെ ബാബു പറയുന്നു, ഭഗവാൻ ഭഗവതി എന്ന് പറയുവാൻ സാധിക്കില്ല. ഭഗവാൻ ഞാൻ ഒരാൾ മാത്രമാണ്. നമ്മൾ ബ്രാഹ്മണരാണ്. ബാബയെ ബ്രാഹ്മണൻ എന്ന് പറയില്ല. ആ ഒന്ന് ഉയർന്നതിലും ഉയർന്ന ഭഗവാനാണ്. ആ ഒന്നിൻ്റേത് ശരീരത്തിന്റെ നാമമല്ല. നിങ്ങളുടേതെല്ലാം ശരീരത്തിനാണ് പേര് വരുന്നത്. ആത്മാവാണെങ്കിൽ ആത്മാവ് തന്നെയാണ്. ആ ഒന്നും പരമമായ ആത്മാവാണ്. ആ ആത്മാവിന്റെ നാമമാണ് ശിവൻ. ആ ഒന്ന് നിരാകാരനാണ്.
സൂക്ഷ്മവുമില്ല, സ്ഥൂല ശരീരവുമില്ല. ആ ഒന്നിന് ആകാരമില്ല എന്നല്ല. ഏതൊന്നിന് നാമമുണ്ടോ തീർച്ചയായും ആകാരവുമുണ്ട്. നാമരൂപമില്ലാതെ ഒരു വസ്തുവുമില്ല. പരമാത്മാവാകുന്ന ബാബയെ നാമരൂപത്തിൽ നിന്നും വേറിട്ടവൻ എന്ന് പറയുന്നത് എത്ര വലിയ അജ്ഞാനമാണ്. പിതാവും നാമരൂപത്തിൽ നിന്ന് വേറിട്ടതും കുട്ടികളും നാമരൂപത്തിൽ നിന്നും വേറിട്ടതുമാണെങ്കിൽ പിന്നെ സൃഷ്ടി തന്നെ ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്കിപ്പോൾ നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നു. ഗുരുക്കന്മാർ അവസാനം മനസ്സിലാക്കും. ഇപ്പോൾ അവരുടെ ചക്രവർത്തി പദമാണ്. നിങ്ങൾ ഇപ്പോൾ ഡബിൾ അഹിംസകരാകുന്നു. അഹിംസ പരമോ ദേവി ദേവതാ ധർമ്മം ഡബിൾ അഹിംസകമായി പാടപ്പെട്ടിട്ടുണ്ട്. ആരെയെങ്കിലും അടിക്കുക, ദുഃഖം നൽകുക, അതും ഹിംസയായി. ബാബ ഓരോ ദിവസവും മനസ്സിലാക്കിച്ചു തരുന്നു. മനസ്സ വാച കർമ്മണ ആർക്കും ദുഃഖം നൽകരുത്. മനസ്സിൽ തീർച്ചയായും വരും. സത്യയുഗത്തിൽ മനസ്സിൽ പോലും വരുന്നില്ല. ഇവിടെയാണെങ്കിൽ മനസ്സ വാച കർമ്മണ വരുന്നു. ഈ വാക്ക് നിങ്ങൾ അവിടെ കേൾക്കുക പോലുമില്ല. അവിടെ ഏതെങ്കിലും സത്സംഗമോ മറ്റോ ഉണ്ടായിരിക്കുന്നില്ല. സത്സംഗം നടക്കുന്നത് തന്നെ സത്തിലൂടെ സത്യമാകുന്നതിന് വേണ്ടിയാണ്. സത്യം ഒരേ ഒരു ബാബയാണ്. ബാബയിരുന്ന് നരനിൽ നിന്നും നാരായണനാകുന്നതിൻ്റെ കഥ കേൾപ്പിക്കുന്നു. അതിലൂടെ നിങ്ങൾ നാരായണനായി മാറുന്നു. പിന്നെ ഭക്തി മാർഗത്തിൽ സത്യനാരായണന്റെ കഥ വളരെ സ്നേഹത്തോടെ കേൾക്കുന്നു. നിങ്ങളുടെ സ്മാരകമായ ദിൽവാല ക്ഷേത്രം നോക്കൂ, എത്ര നല്ലതാണ്. തീർച്ചയായും സംഗമയുഗത്തിൽ ഹൃദയം കവർന്നിട്ടുണ്ടാകും. ആദി ദേവനും ദേവിയും കുട്ടികളും ഇരിക്കുകയാണ്. ഇതാണ് റിയൽ സ്മാരകം. അവരുടെ ഹിസ്റ്ററിയും ജോഗ്രഫിയും നിങ്ങളല്ലാതെ ആരും അറിയുന്നില്ല. നിങ്ങളുടേത് തന്നെയാണ് സ്മാരകം. ഇതും അത്ഭുതമാണ്. ലക്ഷ്മി നാരായണന്റെ ക്ഷേത്രത്തിൽ പോവുകയാണ് എങ്കിൽ നിങ്ങൾ പറയും, നമ്മൾ ഇത് ആയിക്കൊണ്ടിരിക്കുന്നു. ക്രൈസ്റ്റും ഇവിടെയുണ്ട്. വളരെ പേർ പറയുന്നു ക്രൈസ്റ്റ് യാചകന്റെ രൂപത്തിലുണ്ട് എന്ന്. തമോ പ്രധാനം എന്നാൽ യാചകനായല്ലോ. പുനർജന്മം തീർച്ചയായും എടുക്കുമല്ലോ. ശ്രീകൃഷ്ണൻ ആകുന്ന പ്രിൻസ് ഇപ്പോൾ യാചകനാണ്. വെളുപ്പും കറുപ്പും. നിങ്ങളും അറിയുന്നുണ്ട് ഭാരതം എന്തായിരുന്നു, ഇപ്പോൾ എന്താണ് എന്ന്. ബാബയാണെങ്കിൽ ദരിദ്രരുടെ നാഥനാണ്. മനുഷ്യർ ദാനപുണ്യവും ദരിദ്രർക്കാണ് ചെയ്യുന്നത് ഈശ്വരാർത്ഥം. വളരെ പേർക്ക് ധാന്യം ലഭിക്കുന്നില്ല. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ കാണും, വലിയ വലിയ ധനികർക്ക് പോലും ധാന്യം ലഭിക്കില്ല. ഗ്രാമങ്ങളിലും ധനികർ വസിക്കുന്നുവല്ലോ. അവരെ പിന്നെ കൊള്ളക്കാർ കൊള്ളയടിച്ച് കൊണ്ടുപോകുന്നു. പദവിയിൽ വ്യത്യാസമുണ്ടായിരിക്കുന്നുവല്ലോ. ബാബ പറയുന്നു, ഇങ്ങനെയുള്ള പുരുഷാർത്ഥം ചെയ്യൂ. അതിലൂടെ നമ്പർ 1 പോകണം. ടീച്ചറിന്റെ ജോലിയാണ് ജാഗ്രത വരുത്തുക എന്നത്. പാസ് വിത്ത് ഓണർ ആകണം. ഇത് പരിധിയില്ലാത്ത പാഠശാലയാണ്. ഇതാണെങ്കിൽ രാജധാനി സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള രാജയോഗമാണ്. എങ്കിലും പഴയ ലോകത്തിന്റെ വിനാശം ഉണ്ടാകണം. ഇല്ലെങ്കിൽ പിന്നെ എവിടെ രാജ്യം ഭരിക്കും? ഇതാണെങ്കിൽ പതീത ഭൂമിയാണ്. മനുഷ്യർ പറയുന്നു ഗംഗ പതീത പാവനിയാണ്. ബാബ പറയുന്നു, ഈ സമയം 5 തത്വങ്ങളെല്ലാം തമോ പ്രധാനവും പതീതവുമാണ്. മുഴുവൻ മാലിന്യവും ചപ്പുചവറും മറ്റും അവിടെ പോയി വീഴുന്നു. മത്സ്യങ്ങളും മറ്റും അതിൽ വസിക്കുന്നു. ജലത്തിൻ്റെതും ഒരു ലോകം പോലെയാണ്. ജലത്തിൽ എത്ര ജീവികൾ കഴിയുന്നു. വലിയ വലിയ സാഗരത്തിൽ നിന്നും എത്ര ഭോജനം ലഭിക്കുന്നു. അപ്പോൾ ഗ്രാമമായല്ലോ. ഗ്രാമത്തെ പിന്നെ പതീത പാവനൻ എന്നെങ്ങനെ പറയും? ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മധുരമായ കുട്ടികളെ,
പതീത പാവനൻ ഒരു ബാബയാണ്. നിങ്ങളുടെ ആത്മാവും ശരീരവും പതീതമായി പോയി. ഇപ്പോൾ എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ പാവനമായി മാറും. നിങ്ങൾ വിശ്വത്തിന്റെ അധികാരിയും സുന്ദരവുമായി മാറുന്നു. അവിടെ രണ്ടാമതൊരു ഖണ്ഡം ഉണ്ടായിരിക്കുന്നില്ല. ഭാരതത്തിൻ്റെത് തന്നെയാണ് ഓൾറൗണ്ട് പാർട്ട്. നിങ്ങൾ എല്ലാവരും ഓൾറൗണ്ടറാണ്. നാടകത്തിൽ ആക്ടേഴ്സ് നമ്പർ വാറായി വന്നു പോകുന്നു. ഇതും ഇങ്ങനെയാണ്. ബാബ പറയുന്നു, നിങ്ങൾ മനസ്സിലാക്കൂ, നമ്മെ ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ പതീത പാവന ഗോഡ് ഫാദർലി സ്റ്റുഡൻ്റ് ആണ്. ഇതിൽ എല്ലാം വന്നു. പതീത പാവനൻ എന്നതുമായി, ഗുരു ടീച്ചർ എന്നതുമായി, ഫാദർ എന്നതുമായി. അതും നിരാകാരമാണ്. ഇതാണ് ഇൻകോർപ്പൊറിയൽ ഗോഡ് ഫാദർലി വേൾഡ് യൂണിവേഴ്സിറ്റി. എത്ര നല്ല പേരാണ്! ഈശ്വരന്റെ എത്ര മഹിമ ചെയ്യുന്നു! ബിന്ദുവാണ് എന്ന് കേൾക്കുമ്പോൾ അതിശയം തോന്നുന്നു. ഈശ്വരന്റെ മഹിമ ഇത്രയും ചെയ്യുന്നു, എന്നാൽ എന്ത് വസ്തുവാണ് ബിന്ദു? അതിൽ എത്ര പാർട്ട് അടങ്ങിയിരിക്കുന്നു! ഇപ്പോൾ ബാബ പറയുന്നു, ദേഹം ഉണ്ടായിരിക്കുമ്പോഴും ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നുകൊണ്ടും എന്നെ മാത്രം ഓർമ്മിക്കൂ. ഭക്തി മാർഗത്തിൽ ആരാണോ നൗദ ഭക്തി ചെയ്യുന്നത് അവരെ സദോ പ്രധാന നൗദ ഭക്തർ എന്ന് പറയുന്നു. എത്ര തീവ്ര ഭക്തി ഉണ്ടായിരിക്കുന്നു! ഇപ്പോൾ പിന്നെ ഓർമ്മയുടെ തീവ്ര വേഗത ആവശ്യമാണ്. തീവ്രമായി ഓർമ്മിക്കുന്നവർക്കാണ് ഉയർന്ന പേരുണ്ടാകുന്നത്, വിജയമാലയിലെ മണിയാകുന്നത്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: നരനിൽ നിന്നും നാരായണൻ ആകുന്നതിനായി ദിവസവും സത്യമായ ബാബയിൽ നിന്നും കേൾക്കണം. സത്സംഗത്തിലിരിക്കണം. ഒരിക്കലും മനസ്സ വാച കർമ്മണ ആർക്കും ദുഃഖം നൽകരുത്. വിജയമാലയിലെ മണിയാകുന്നതിനും പാസ് വിത്ത് ഓണർ ആകുന്നതിനും ഓർമ്മയുടെ വേഗത തീവ്രമാക്കണം. മാസ്റ്റർ പതീത പാവനൻ ആയി സർവരെയും പാവനമാക്കാനുള്ള സേവനം ചെയ്യണം. വരദാനം: പരമാത്മാവിൻ്റെ ഓർമ്മയുടെ മടിത്തട്ടിൽ ലയിക്കുന്ന സംഗമയുഗി ശ്രേഷ്ഠ ഭാഗ്യശാലി ആത്മാവായി ഭവിക്കട്ടെ. സംഗമയുഗം സത്യയുഗി സ്വർഗത്തെക്കാളും ശ്രേഷ്ഠമാണ്. കാരണം ഇപ്പോഴുള്ള മഹിമയാണ് അപ്രാപ്തമായ യാതൊരു വസ്തുവും ബ്രാഹ്മണരുടെ ലോകത്തിൽ ഇല്ല എന്നത്. ഒരു ബാബയെ ലഭിച്ചു, അപ്പോൾ സർവ്വതും ലഭിച്ചു. ഇപ്പോൾ കുട്ടികളായ താങ്കൾ ചിലപ്പോൾ അതീന്ദ്രിയ സുഖത്തിൻ്റെ ഊഞ്ഞാലിൽ ആടുന്നു, ചിലപ്പോൾ സന്തോഷം, ചിലപ്പോൾ ശാന്തി, ചിലപ്പോൾ ജ്ഞാനം, ചിലപ്പോൾ ആനന്ദം, ചിലപ്പോൾ പരമാത്മാവിൻ്റെ മടിത്തട്ടിൻ്റെ ഊഞ്ഞാലിൽ ആടുന്നു. പരമാത്മാവിൻ്റെ മടിത്തട്ടാണ് ഓർമ്മയുടെ ലവ്ലീൻ അവസ്ഥ. ഈ മടിത്തട്ട് സെക്കൻഡിൽ അനേകം ജന്മങ്ങളുടെ ദുഃഖങ്ങളെയും വേദനകളെയും മറപ്പിക്കുന്നു. അപ്പോൾ ഈ ശ്രേഷ്ഠ സംസ്കാരത്തെ സദാ സ്മൃതിയിൽ വച്ച് ഭാഗ്യശാലി ആത്മാവാകൂ. സ്ലോഗൻ: ബാബ താങ്കളുടെ ഗീതം പാടുകയും താങ്കൾ ബാബയുടെ ഗീതം പാടുകയും ചെയ്യും വിധത്തിൽ സൽപുത്രരാകൂ. അവ്യക്ത സൂചന: സ്വയവും സർവരെ പ്രതിയും മനസ്സിലൂടെ യോഗത്തിൻ്റെ ശക്തികളുടെ പ്രയോഗം ചെയ്യൂ. ആദ്യം സ്വയം തന്നിൽ യോഗത്തിൻ്റെ പ്രയോഗം ചെയ്തു നോക്കൂ. ഓരോ മാസവും അഥവാ ഓരോ 15 ദിവസത്തേക്കും ഏതെങ്കിലും വിശേഷ ഗുണത്തിൻ്റെയോ ഏതെങ്കിലും വിശേഷ ശക്തിയുടെയോ പ്രയോഗം സ്വയം പ്രതി ചെയ്തു നോക്കൂ. കാരണം സംഘടനയിൽ അഥവാ സംബന്ധ സമ്പർക്കത്തിൽ
പരീക്ഷ വരിക തന്നെ ചെയ്യുന്നു. അപ്പോൾ ആദ്യം സ്വയം തൻ്റെ മേൽ പ്രയോഗം ചെയ്ത് ചെക്ക് ചെയ്യൂ. ഏതെങ്കിലും പരീക്ഷ വന്നുവെങ്കിൽ ഏത് ഗുണത്തിൻ്റെയോ ശക്തിയുടെയോ പ്രയോഗം ചെയ്യുന്നതിലൂടെ എത്ര സമയത്തിനുള്ളിൽ സഫലത ലഭിച്ചു? എപ്പോഴാണോ സ്വയം പ്രതി സഫലമാകുന്നത്, അപ്പോൾ മറ്റുള്ളവരെ പ്രതിയും പ്രയോഗം ചെയ്യുന്നതിൻ്റെ ഉന്മേഷവും ഉത്സാഹവും സ്വതവേ തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഓം ശാന്തി. ഞാൻ ഒരു സെക്കൻഡിൽ അശരീരി ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി അശരീരി അവസ്ഥയിൽ ഞാൻ ശബ്ദത്തിനുപരി വേറിട്ട അവസ്ഥ അനുഭവിക്കുന്നു. മുക്തിധാമത്തിൽ നിന്നും കർമ്മക്ഷേത്രത്തിൽ വന്നതും അശരീരി ആയി തന്നെ സദ്ഗുരുവായ ബാബയോടൊപ്പം മുക്തിധാമത്തിലേക്ക് ഈ കൽപ്പാന്ത്യത്തിൽ മടങ്ങേണ്ടതും അശരീരി ആയി തന്നെ. ദേഹവും ദേഹത്തിൻ്റെ ദേശവും മറന്ന് ഒരു സെക്കൻഡിൽ ഞാൻ അശരീരി ആത്മാവായി പരംധാമ നിവാസിയാകുന്നു. ഓൾമൈറ്റി അതോറിറ്റിയായ ബാബയുടെ ഏകസ്മൃതിയിൽ യോഗയുക്തമായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. മറ്റൊരു സങ്കല്പവുമില്ലാതെ ഈ അവസ്ഥയിൽ സൈലൻസിൻ്റെ ശക്തി ഞാൻ ശേഖരിക്കുന്നു. സർവബന്ധനമുക്ത സ്ഥിതി ഞാൻ അനുഭവിക്കുന്നു. ഈ അശരീരി അവസ്ഥയിൽ സർവപ്രകാരത്തിലുള്ള ഉദാസീനതകളും വിഷമതകളും അകലുന്നു. പരമാത്മാ സ്മൃതിയിൽ എൻ്റെ മനസ്സ് യോജിച്ചിരിക്കുന്നു. ഒരു സെക്കൻഡിൽ ഞാൻ മസ്തകത്തിലെ ആത്മസിംഹാസനത്തിലേക്ക് കർമ്മേന്ദ്രിയങ്ങളുടെ രാജാവായി സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തി
ശക്തിശാലി സ്ഥിതിയിൽ പ്രഭു പ്രീതിയുടെ ആത്മീയ ഈണത്തിൽ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സ് സന്തോഷത്താൽ നൃത്തമാടുന്നു. ഈ സന്തോഷത്തിൻ്റെ അലകൾ ഞാൻ മുഴുവൻ വിശ്വത്തിലേക്കും വ്യാപിപ്പിക്കുന്നു.